മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സീമന്തിനെയാണെങ്കിൽ കണ്ണനെ കാണാനായിട്ട് ഇറങ്ങുമ്പോഴേക്കും സ്വാതി പറയുന്നുണ്ട്, അമ്മ എന്തിനാണ് അങ്ങോട്ട് പോകുന്നത്? അമ്മയെ കണ്ടു കഴിഞ്ഞാൽ അപ്പച്ചിയാണെങ്കിൽ ആട്ടി ഇറക്കി വിടും. നമ്മൾ ഇതുവരെ അപ്പച്ചിയെ കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് അമ്മ അങ്ങോട്ട് പോകണ്ട. പിന്നെ കണ്ണേട്ടനാണെങ്കിൽ ഇനി ഒരിക്കലും നമ്മളെ സഹായിക്കില്ല എന്നെല്ലാം പറയുമ്പോഴേക്കും സീമന്തിന് പറയുന്നുണ്ട്, മോൾക്ക് നല്ലൊരു കല്യാണാലോചന എല്ലാം വരേണ്ടതല്ലേ, അതുകൊണ്ട് കണ്ണനെ തന്നെ കണ്ട് കാര്യങ്ങളെല്ലാം സംസാരിച്ച് നമ്മളെ ഒന്ന് രക്ഷപ്പെടുത്താനായിട്ട് പറയണം, എന്നാൽ മാത്രമേ നമ്മുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കുള്ളൂ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മോള് പ്രാർത്ഥിക്കുന്നെല്ലാം പറഞ്ഞുകൊണ്ട് പോവുകയാണ് സീമന്തിനി. പിന്നീട് ദുർഗയുടെ അടുത്ത് ചെല്ലുമ്പോൾ ദുർഗയാണെങ്കിൽ സീമന്തിനെ നല്ല രീതിക്ക് തന്നെ വഴക്ക് പറയുന്നു. ആരോട് ചോദിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്? എനിക്ക് നിങ്ങളെയൊന്നും കാണണ്ട, നിങ്ങളുമായിട്ടുള്ള എല്ലാ ബന്ധവും ഞാൻ അറുത്തുപേക്ഷിച്ചതാണെന്നും എൻ്റെ ഭർത്താവിനെ ഇല്ലാതാക്കിയ നിങ്ങളുടെ കുടുംബവുമായിട്ട് എനിക്ക് യാതൊരുവിധ ബന്ധവുമില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് സീമന്തിനെ അടിച്ച് പുറത്താക്കുകയാണ് ദുർഗ. എന്നിട്ട് സീമന്തിനോട് പറയുന്നുണ്ട്, നിനക്കെല്ലാം പറ്റുമെങ്കിൽ ജോലിയെടുത്ത് ജീവിക്കടി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് സീമന്തിനിയോട് ഇറങ്ങിപ്പോകാനായിട്ട് പറയുന്നുണ്ട്. അതേസമയം സീമന്തിനിയാണെങ്കിൽ ദുർഗ ഞങ്ങളോട് ഇങ്ങനെ വാശി കാണിക്കരുത്, എൻ്റെ ഭർത്താവ് ചെയ്തതിന് ഞങ്ങൾ എന്ത് ചെയ്തു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും സീമന്തിനിയെ ദുർഗയുടെ മുന്നിൽ കേണപേക്ഷിക്കുകയാണ്. പക്ഷേ ദുർഗയാണെങ്കിൽ ഒരു തരത്തിൽ സമ്മതിക്കുന്നില്ല. കണ്ണനെ കാണാനായിട്ട് വന്നതെന്ന് പറയുമ്പോൾ കണ്ണനെ കൊണ്ട് നിങ്ങൾക്ക് ഇനി ഒരു സഹായം ഉണ്ടാകില്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോടി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ദുർഗയാണെങ്കിൽ തള്ളി ഇറക്കുകയാണ് സീമന്തിനെ. അതേസമയം അങ്ങോട്ട് വരുന്ന കണ്ണൻ ഇത് കണ്ട് കണ്ണൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് നാണമില്ലേ ഇങ്ങോട്ട് വരാനായിട്ട്? ഉണ്ണിയുടെ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞതല്ലേ? ഉണ്ണിക്ക് പോലും ഞാനിനി ഒരു സഹായം ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല. പിന്നെയാണ് എൻ്റെ അച്ഛനെ കൊന്ന ആളുകൾക്ക് എന്നെല്ലാം പറയുന്നത് കേട്ട സീമന്തിനെയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടുകൊണ്ട് തന്നെ നിൽക്കുകയാണ്. അങ്ങനെ സീമന്തിനെയും അവിടെ നിന്ന് ഇറക്കി വിടുകയാണ് കണ്ണൻ. വളരെ വിഷമത്തോടു കൂടി തന്നെ സീമന്തിനെ അവിടെ നിന്നും പോകുന്നു. പിന്നീട് കുഞ്ഞിനോട് ചെയ്തിട്ടുള്ള ആ കൊടും പാപമോർത്ത് വളരെ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് ജാനമ്മ. അങ്ങനെ ജാനമ്മയുടെ അടുത്തോട്ട് വരുന്ന മഹി ചോദിക്കുന്നുണ്ട്, എന്താണ് ജാനമ്മയ്ക്ക് ഇത്ര വിഷമമെന്ന് ചോദിക്കുമ്പോൾ ജാനമ്മ പറയുന്നുണ്ട്, എൻ്റെ വീട്ടിലെ പ്രാരാബ്ദങ്ങളെല്ലാം ഓർത്തിട്ടാണ് മോളെ, എനിക്കിത്ര വിഷമമല്ലാതെ വേറൊന്നുമല്ല എന്ന് പറയുന്നു. ഞാൻ ഇനി പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ജാനമ്മ അവിടെ നിന്ന് പോവുകയാണ്. അതേസമയം ജാനമ്മയെ കാത്തിരിക്കുകയാണ് ജാനമ്മയുടെ മകനും മരുമകളും. കാര്യം സാധിച്ചെന്ന് പറഞ്ഞിട്ട് അമ്മ ഇതുവരെ കണ്ടില്ലല്ലോ ഏട്ടാ എന്നെല്ലാം മരുമകൾ ചോദിക്കുന്ന സമയത്തേക്ക് ജാനമ്മ അങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ ജാനമ്മയെ കാണുന്നതും മകനും മരുമകളും വേഗം ഓടിച്ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, അമ്മയെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടന്നു എന്ന് പറയുമ്പോൾ ആ മഹാഭാവം നിങ്ങളെല്ലാവരും കൂടി എന്നെക്കൊണ്ട് ചെയ്യിച്ചില്ലേ? ആ കുഞ്ഞിന് 2 അമ്മമാരാണെന്നും ആ അമ്മമാരെ കരച്ചിലിൻ്റെ കാര്യങ്ങളെല്ലാം ഓർത്തിട്ട് എനിക്കൊട്ടും സഹിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോഴേക്കും മകൻ പറയുന്നുണ്ട്, അമ്മ എന്തിനാണ് ഇങ്ങനെയൊക്കെ വിഷമിക്കുന്നത്? അമ്മയെ ഒരിക്കലും സംശയിക്കാനായിട്ട് പോകുന്നില്ല. അമ്മ പോയതിന് ശേഷമാണ് ആ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുന്നതെന്നെല്ലാം പറയുമ്പോഴേക്കും നിങ്ങളൊന്നും ഒരു കാലത്തും ഗുണം പിടിക്കില്ല എന്ന് ജാനമ്മ മക്കളെ 2 പേരെയും കൂടെ ശപിക്കുകയാണ്. പിന്നീട് ജാനമ്മയുടെ മകൻ പറഞ്ഞ വിവരം അനുസരിച്ചുകൊണ്ട് പ്രതാപനാണെങ്കിൽ കരുണയുടെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട്, മോൾക്ക് സന്തോഷിക്കാനുള്ളൊരു വകയെല്ലാം എത്തിക്കഴിഞ്ഞു. ആ കുഞ്ഞിന് 2 അമ്മമാരാണെന്നും ആ അമ്മമാർ 2 പേരും കൂടെ നെഞ്ചത്ത് കരയുന്നത് കാണാനായിട്ട് മോൾ ഒരുങ്ങിയിരുന്നോളാനെല്ലാം പറയുന്നത് കേട്ട് ഉണ്ണിക്കാണെങ്കിൽ ഇത് കേൾക്കുമ്പോഴേക്കും ദേഷ്യം വരുന്നുണ്ട്. ഉണ്ണി പറയുന്നുണ്ട്, നിങ്ങളൊന്നും ഇപ്പോഴൊന്നും മനക്കോട്ട കെട്ടാറായിട്ടില്ല, കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചോ ഇല്ലയെന്നൊന്നും അറിയുന്നതിന് മുമ്പേ അച്ഛനും മോളും ഇങ്ങനെ സന്തോഷിക്കേണ്ട എന്നെല്ലാം പറയുന്നത് കേട്ട് പ്രതാപം പറയുന്നുണ്ട്, നിനക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് കഴിഞ്ഞോ? ഈ വരുന്ന ഓണത്തിന് മുമ്പെങ്കിലും എൻ്റെ മോളെ സന്തോഷിപ്പിക്കണമെന്നേ എനിക്കുണ്ടായിരുന്നുള്ളൂ, അതിപ്പോൾ സാധിക്കാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് എൻ്റെ മോള് സമാധാനമായിട്ടിരുന്നു, ആ ലക്ഷ്മിയുടെ കരച്ചിൽ കാണാനായിട്ട് മോൾ ഒരുങ്ങിയിരുന്നോളാനെല്ലാം പ്രതാപം പറയുന്നത് കേട്ട് കരുണയാണെങ്കിൽ ആകെ സന്തോഷിച്ചിരിക്കുകയാണ്. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.